നമസ്കാരം. ഈ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറഞ്ഞു ക്ലച്ചും ബ്രേക്കും മറ്റും അനായാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെയാണ് ഡ്രൈവിംഗ് പഠിച്ചു എന്ന് പറയാൻ പറ്റുക. അതായത് നമ്മൾ അറിയാതെ ഒരാൾ കുറുക്കിയാണ് ബ്രേക്ക് വിടണോ ക്ലച്ച് ചേർക്കണോ എന്നൊക്കെ ആലോചിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളുടെ ബുദ്ധി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ ഉള്ളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, അതായത് നമ്മൾ നടത്താം ഓട്ടം ഇതുപോലെ തന്നെ ഒരു പ്രവൃത്തിയായിട്ട് ഡ്രൈവിംഗ് മാറണം എന്നർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ അടുത്ത് ആ ഫ്ലെയിമിലേക്ക് നമ്മുടെ കൈ അറിയാതെ പോകും. നമ്മളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ കൈകൾ പിന്നിലേക്ക് വലി കൊള്ളാതിരിക്കാനായിട്ട് കൈ പുറകോട്ട് വരും. ഇതിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞിട്ടല്ല, നമ്മുടെ ഉള്ളിലെ ചില പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് സുഗമമായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ജീവിതം നന്നായിട്ട് പോവുക. ഇത് നമ്മൾ ഓരോ കാര്യം ആലോചിച്ചിട്ടല്ല, അറിയാതെ നടക്കണം. നമ്മളുടെ ഒരു ഫാൻ കേടെ, അപ്പോൾ നമ്മളൊരു വടി കൊണ്ട് അതിനെ തട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലൊന്നും അത് വർക്ക് ചെയ്യില്ല. അത് ഉള്ളിൽ അതിനകത്ത് കോപ്പർ വയറിങ്, അലൂമിനിയം വയറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് കേടായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയെടുക്കുക, ആ വയറിങ് ശരിയാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ പുറമേ അല്ല പല കാര്യങ്ങളും, ഉള്ളിൽ. അതുപോലെ നമുക്കിപ്പോൾ വയറുവേദന വരും. വയറുവേദന വരുമ്പോൾ മാത്രമേ ദഹനം എന്നൊരു പ്രക്രിയ നമുക്കുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നുള്ളൂ. അഥവാ അങ്ങനെ ആലോചിച്ചാലും ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്കറിയില്ല. എന്ത് പ്രവർത്തനത്തിന്റെ കുഴപ്പം കൊണ്ടാണ് വയറുവേദന വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ ശരീരത്തിന്റെ കാര്യം. അപ്പം നമ്മളുടെ അറിവെന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അല്പം ഈ ദൃശ്യം കാണുന്നൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. കാണാത്തത് അറിയാത്തത് ആണ് കൂടുതൽ. അപ്പോൾ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ വരും, ചില തർക്കങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില സങ്കടങ്ങൾ. അപ്പോൾ ഇതൊന്നും നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തും. ഇതിങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും പലപ്പോഴും ചില പുനഃക്രമീകരണങ്ങൾ നടത്തും. പക്ഷെ അതുകൊണ്ടൊന്നും ഈ കാര്യം ശരിയാകണമെന്നില്ല. അങ്ങനെ ശരിയാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് ശരിയാവില്ല എന്നല്ല അർത്ഥം. ഉള്ളിലെ ചില ക്രമീകരണങ്ങൾ, ഒരു ഇന്നർ വയറിങ് കറക്റ്റ് ആക്കണം. നമ്മളുടെ ചില ധാരണകളുണ്ട്, നമ്മളുടെ ചില തോന്നലുകളുണ്ട്. നമ്മൾ ശരി, ഇത് തന്നെ ശരി എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ ശരികളുണ്ട്. ഇതൊക്കെ മറ്റേ ആളിനും ശരിയാണോ എന്ന് വരുമ്പോഴാണ് സംഘർഷങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പുനർക്രമീകരിക്കാനും പുനർചിന്തിക്കാനും കൂടുതൽ അക്കാര്യങ്ങളിൽ അറിവ് നേടുന്നവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ അറിവ് നേടാനും ഉള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഉദാഹരണം നമ്മൾ ഒരു സാധാരണ ഒരാൾ ഒരു അധ്യാപകനായിട്ട് ജോലി. ഈ അധ്യാപകൻ അത് കുട്ടികൾ ബഹുമാനിക്കണം. കുട്ടികൾ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപകന് വേണ്ട ചില സ്വഭാവ രീതികൾ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാധാരണ സ്വഭാവത്തിൽ നിന്ന് മാറി പുതിയ ചില ക്രമീകരണങ്ങൾക്കുള്ളിൽ സ്വഭാവത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിനെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ശോഭിക്കാൻ പറ്റത്തുള്ളൂ, കുട്ടികൾ ബഹുമാനിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം, അച്ഛനമ്മമാരും കുട്ടികളുമായിട്ടുള്ള ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം, ബിസിനസ് പങ്കാളികളുമായിട്ടുള്ള ബന്ധം. ഇവിടെയൊക്കെ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു ഇന്നർ വയറിങ്ങിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ പുറമേയുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തു നോക്കുന്നത് ചിലപ്പോൾ പ്രയോജനകരമല്ല എന്ന് തോന്നിയേക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് അവിടെ അല്ല വ്യത്യാസപ്പെടുത്തേണ്ടത്, അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ചില ധാരണകൾ അത് നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാട് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. പല കാര്യങ്ങളും പുറമേ അല്ല, ഉള്ളിലെ ചില മാറ്റങ്ങൾ, അതിനാണ് ഇന്നർ വയറിങ് എന്ന് പറയുന്നത്. അത് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കാനും ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ആവശ്യമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകണം. നന്ദി, നമസ്കാരം.